എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ കൊച്ചി സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെ UDF കേന്ദ്രങ്ങൾ UDFിന് അടിത്തറയുള്ള ഒരു മണ്ഡലങ്ങൾ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അവിടെ LDFും നല്ല രീതിയിൽ ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് ജില്ലയിൽ ശക്തമായ സാന്നിധ്യമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ട്. 2020യുടെ സാന്നിധ്യം കൂടി ഉള്ള ഇടമാണ്. NDAയും പല മണ്ഡലങ്ങളിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പൊതുവൊരു ചിത്രം എന്താണ് നമുക്ക് ഈ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാക്കുന്നത്? പ്രദീപ്. പ്രതീക്ഷ, പൊതുവിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFിന്റെ കോട്ട എന്നറിയപ്പെടുന്ന ജില്ലയാണ് എറണാകുളം. ആകെ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉള്ളതിൽ കഴിഞ്ഞ തവണ 5 എണ്ണം LDFിനൊപ്പമായിരുന്നു, ബാക്കി 9 എണ്ണം UDFിനൊപ്പം നിൽക്കുന്നു. ഇത്തവണ സ്ഥാനാർത്ഥി നിർണ്ണയത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഉൾപ്പെടെ ഏറ്റവും ടെൻഷൻ നിറഞ്ഞു നിന്നിരുന്നൊരു ജില്ലയായിരുന്നു എറണാകുളം. അതിൽ തന്നെ പെരുമ്പാവൂർ. എൽദോസ് കുന്നപ്പള്ളിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമോ, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നറിഞ്ഞതിന് ശേഷം കുന്നപ്പള്ളി സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു, വലിയ ആകാംക്ഷയായിരുന്നു. നിലവിലുള്ള 5 മണ്ഡലങ്ങൾക്കൊപ്പം ഒരു 2 മണ്ഡലങ്ങൾ കൂടിയെങ്കിലും തങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർക്കാനാകുമോ എന്നാണ് LDF അക്ഷീണം കിണഞ്ഞ് പ്രയത്നിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ തൃപ്പൂണിത്തുറയും പെരുമ്പാവൂരും എങ്ങനെയെങ്കിലും തങ്ങൾക്കൊപ്പം ചേർക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് തക്ക സ്ഥാനാർത്ഥികളെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. വൈപ്പിനിൽ നിന്ന് KN ഉണ്ണികൃഷ്ണനെയാണ് തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി മത്സരിപ്പിക്കുന്നത്. പെരുമ്പാവൂരടങ്ങൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിനാണ് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത്. ബേസിൽ പോളാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളും തങ്ങൾക്കൊപ്പം പോന്നേക്കും. അങ്ങനെ 5 എന്നുള്ളത് 7 മാറ്റാൻ കഴിയുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് UDF 9 എന്നുള്ളത് കുറഞ്ഞത് 11 സീറ്റെങ്കിലും ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വൈപ്പിനും കൊച്ചിയും എങ്ങനെയും തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. DCC അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് ഷിയാസാണ് കൊച്ചിയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കൊച്ചിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ടോണി ചെമ്മണിയാണ് വൈപ്പിനിൽ മത്സരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളും ഇത്തവണ തങ്ങൾക്കൊപ്പം പോരും എന്നുള്ള നിലപാടിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസമാണ് UDF പുലർത്തുന്നത്. അതേസമയം നമുക്കറിയാം, 2020 അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് മധ്യകേരളത്തിലാണ്, എറണാകുളം ജില്ലയിലാണ്. 2020 NDAയുടെ ഘടകകക്ഷി ആയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടം കൂടിയാണ്. പക്ഷേ പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികൾക്ക്, പെരുമ്പാവൂരിലും ഏറ്റുമാനൂരിലും ആദ്യം പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മൂലം അവരെ മാറ്റേണ്ടി വന്നു എന്നുള്ളത് 2020 ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെ തങ്ങൾക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും, കുന്നത്തുനാട്ടിൽ എന്തായാലും വിജയം നേടാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് 2020 ഏറ്റവും ഒടുവിലും ആത്മവിശ്വാസം പുലർത്തുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്, പറവൂർ മണ്ഡലത്തിൽ. അതുപോലെ തന്നെ പിണറായി സർക്കാരിലെ പ്രമുഖനായ മന്ത്രിമാരിൽ ഒരാളായിരുന്ന P രാജീവ് മത്സരിക്കുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരി സീറ്റ് കോൺഗ്രസ് മത്സരിക്കണോ അതോ ലീഗ് മത്സരിക്കണോ എന്നത് സംബന്ധിച്ച് ആദ്യം ചില തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് തന്നെയാണ് കളമശ്ശേരിയിൽ മത്സരിക്കുന്നത്. ലീഗ് ജില്ലയിൽ മത്സരിക്കുന്ന ഒരേയൊരു സീറ്റാണ് കളമശ്ശേരി എന്ന് പറയുന്നത്. LDFിനെ സംബന്ധിച്ചും സ്ഥാനാർത്ഥി നിർണ്ണയം ഇക്കുറെ ഇത്തവണ വലിയ പ്രശ്നങ്ങളും പരാതികളും ഇല്ലാതെ കടന്നുപോയി. പറവൂരിലേക്ക് അപ്രതീക്ഷിതമായി ടൈസൺ മാസ്റ്റർ കടന്നു വന്നു. അതുപോലെ 2 സീറ്റുകളാണ് കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരിക്കുന്നത്, പിറവവും പെരുമ്പാവൂരും. അവിടെയും കഴിഞ്ഞ തവണത്തെ പോലെ സസ്പെൻസ് ഒന്നുമില്ലാതെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ജില്ലയിൽ CPIയിലാണ് ഏറ്റവും കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങളുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ രാജിവെക്കുകയും ഒട്ടേറെ പേർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും CPI ജില്ലയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. എന്തായിരുന്നാലും ടൈസൺ മാസ്റ്ററെ കൊണ്ടുവരാൻ സാധിച്ചത് പ്രചാരണം ഊർജിതമായി മുന്നേറുന്നുണ്ട്. ഇത്തവണ ഇരു മുന്നണികളും മികച്ച ആത്മവിശ്വാസത്തിലാണ്. എന്തായിരുന്നാലും മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയ അതേ സ്ഥാനാർത്ഥികൾ തന്നെ ഇത്തവണയും ഏറ്റുമുട്ടുന്ന 4 മണ്ഡലങ്ങളുണ്ട് എന്നതാണ് എടുത്തു പറയാതിരിക്കാൻ വയ്യ. പ്രധാനമായും കോതമംഗലത്താണ്. അവിടെ ഷിബു തെക്കുംപുറവും ആന്റണി ജോണുമാണ് കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയത്. ഇത്തവണയും അവർ തമ്മിൽ മത്സരിക്കുന്നു. കുന്നത്തുനാട്ടിൽ ശ്രീനിജനും ഒപ്പം സജീന്ദ്രനും തമ്മിലായിരുന്നു കഴിഞ്ഞ തവണത്തെ മത്സരം. ഇത്തവണയും അവർ ഇരുവരും ഏറ്റുമുട്ടുന്നു. മറ്റൊന്ന് കളമശ്ശേരിയിൽ മുൻപ് പറഞ്ഞതുപോലെ P രാജീവും V അബ്ദുൾ ഗഫൂറും ഏറ്റുമുട്ടുന്നു. 4ാമതായി കഴിഞ്ഞ തവണ മത്സരിച്ച് 2 പേർ ഏറ്റുമുട്ടുന്നത് തൃപ്പൂണിത്തുറയിലാണ്. കഴിഞ്ഞ തവണ വൈപ്പിനിൽ മത്സരിച്ച KN ഉണ്ണികൃഷ്ണനും ദീപക് ജോയിയുമാണ്. ഇത്തവണ മണ്ഡലം മാറി വൈപ്പിനിൽ നിന്ന് തൃപ്പൂണിത്തുറയിലെത്തി അവർ ഇരുവരും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയ 8 സ്ഥാനാർത്ഥികൾ അതേപടി തന്നെ ഇത്തവണ വീണ്ടും ആ പോരാട്ടം ആവർത്തിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിൽ 2 സ്ഥാനാർത്ഥികൾ മാത്രം മണ്ഡലം മാറിയിരിക്കുന്നു. എന്തായിരുന്നാലും കൂടുതൽ മണ്ഡലങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ സാധിക്കുമെന്ന് LDFും UDFും ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി പോരാട്ടത്തിന്റെ നാളുകൾ തന്നെയാണ്. പ്രദീപ് ജോസഫാണ് പറഞ്ഞത്. എറണാകുളത്തെ സ്പന്ദനങ്ങൾ, രാഷ്ട്രീയ സ്പന്ദനങ്ങൾ, അവിടെ കഴിഞ്ഞ തവണത്തെ 9 നിന്നും അപ്പുറത്തേക്ക് UDFിന് പോകാൻ കഴിയുമോ? 5 നിന്നും കൂടുതലായി പിടിക്കാൻ LDFിന് കഴിയുമോ? NDAക്ക് അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആ ജില്ലയിൽ കഴിയുമോ? എന്തായിരിക്കാം 2020യുടെ സാന്നിധ്യം? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തിരഞ്ഞെടുപ്പിൽ.